عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിർളല്ലാഹ്. രാജ്യത്തെ മദ്രസകൾ, മസ്ജിദുകൾ ഭക്തിയുടെ, മനുഷ്യത്വത്തിൻ്റെ കേന്ദ്രങ്ങളാണ്. ഇലാഹി സ്മരണകൾ, ആരാധനകൾ, ധ്യാനങ്ങൾ, ചിന്തകൾ നടക്കുന്ന ഈ കേന്ദ്രങ്ങളിൽ എവിടെയും ഭീകരതയോ മനുഷ്യത്വരഹിതമായ വാർത്തകളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ കഴിഞ്ഞകാല പൈതൃകങ്ങളിലേക്കൊക്കെ തിരിഞ്ഞു നോക്കിയാൽ തന്നെ ഈ വസ്തുത മനസ്സിലാക്കാമല്ലോ. പ്രശസ്തമായ പറങ്കി മഹൽ വലിയൊരു വിദ്യാകേന്ദ്രമായിരുന്നു. ഇതിനൊക്കെ നേതൃത്വം വഹിച്ച മഹാനായ അബ്ദുൽ ബാരി കുറിച്ച് ഗാന്ധിജി പറഞ്ഞതെന്താ? അദ്ദേഹം ഒരു ദൈവത്തിൻ്റെ പുത്രനാണ്. അതെ, എല്ലാ വിഭാഗം സമുദായങ്ങളും ആ കേന്ദ്രത്തെ ആശ്രയിച്ചത് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നു എങ്കിൽ അവിടെ സൗഹൃദങ്ങൾ പൂത്തുലഞ്ഞതുകൊണ്ടാണല്ലോ. പ്രവാചകർ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അധ്യാപനത്തിൽ മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ നമ്മുടെ കഴിഞ്ഞകാല പൂർവികരൊക്കെ ഈ നയം സ്വീകരിച്ചത്. നിസാമുദ്ദീൻ ഔലിയയുടെ വാക്കുകൾ, ചരിത്ര വ്യാഖ്യാനങ്ങൾ, പഠനങ്ങൾ എത്ര മനോഹരമാണ് ഈ വിഷയത്തിൽ. അദ്ദേഹം ശിഷ്യന്മാരോട് പറഞ്ഞില്ലേ, ഖാൻകാഹുകളൊക്കെ തുറന്നിടണം, എല്ലാവരും അവിടെ വരട്ടെ. അതെ, തുല്യ സമീപനത്തോടെ എല്ലാ വിഭാഗത്തെയും സ്വീകരിക്കണം, സമീപനം കൈക്കൊള്ളണം എന്ന ഉപദേശം ഒരിക്കലും വർഗീയ ചിന്തകളോടെയായിരുന്നില്ല. സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാം ഖുർആനിൻ്റെ അധ്യാപനങ്ങളും പ്രവാചകന്റെ പഠനങ്ങളുമാണ് പ്രചോദനമായിട്ടുള്ളത്. പള്ളികളെ ഇതര സമുദായക്കാർ വളരെ ബഹുമാനത്തോടെ കാണുന്നു. മദ്രസകളെയും ആദരവോടെ തന്നെയാണ് സമീപിക്കുന്നത്. ഏതോ ചില ദുഷ്ടലാക്ക് ഉള്ളവർ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യം വെച്ച് എവിടെയോ എന്തൊക്കെയോ ചില വിഘടനവാദങ്ങൾ ഉയർത്തുന്നുവെങ്കിൽ അവർക്കെല്ലാം സൽബുദ്ധി വരട്ടെ എന്ന പ്രാർത്ഥനയാണ്. ഒപ്പം നമ്മുടെ സമീപനങ്ങൾ നാം വളരെ നല്ല രീതിയിൽ സ്വീകരിക്കാനും തയ്യാറാക്കുക. പള്ളികളിൽ നിന്ന് വാങ്കുകൾ ഉയർന്നു, അല്ലേ? അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയവൻ, അല്ലാഹുവാണ് വലിയവൻ. ഈ ഒരു പ്രഖ്യാപനമാണല്ലോ. ആർക്കും അതിൽ വിഷമമുണ്ടാകേണ്ടതില്ലല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ടുള്ള ഒരു വചനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഖംസത്തുൻ, 5 വിഭാഗം, അദ്മൻ ലഹുൽ ജന്ന, ഞാൻ അവർക്ക് സ്വർഗം നൽകാമെന്ന് ജാമ്യം പറയുകയാണ്. ഒരു വിഭാഗം അൽ മർഅത്തു സ്വാലിഹ അൽ മുത്തിഅത്തു ലിസൗജിഹ, ഭർത്താവിനനുസരിക്കുന്ന സ്വാലിഹത്തായ സ്ത്രീ. മറ്റൊന്ന് വൽ വലതുൽ മുത്തിഉ ലഅബവൈഹി, മാതാപിതാക്കൾക്ക് അനുസരണയുള്ള സന്താനം. മറ്റൊന്ന് വൽ മുതവഫ ഫി തരീഖ മക്ക, മക്കയിലേക്കുള്ള യാത്രയിൽ മരണം വരിച്ചവർ. മറ്റൊന്ന് വസാഹിബുൽ ഖുൽഖിൽ ഹസനി, നല്ല സ്വഭാവം സ്വീകരിക്കുന്ന ആളുകൾ. മറ്റൊരു വിഭാഗം ഒമൻ അദന ഫി മസ്ജിദിൻ മിൻ മസാജിദി ഈമാനും വഹ്തിസാബ, പള്ളികളിൽ ഒന്നിൽ വളരെ ഈമാനോടെ പ്രതിഫലം ആഗ്രഹിച്ച് വാങ്ക് കൊടുക്കുന്ന ആളുകൾ. വാങ്ക് എന്ന മഹത്തായ കർമ്മത്തെ പ്രവാചകൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതൊരു തീവ്രവാദത്തിൻ്റെ ശബ്ദം ഇതുകൊണ്ടല്ലല്ലോ, പടച്ചവൻ്റെ വചനം. അതെ, അത് പറയൽ പള്ളികളിൽ നിന്നുയരുന്നു, നിസ്കരിക്കാൻ നേരത്ത് അത് സുന്നത്താണ് എന്ന് പറയുന്നു. ഇതിലാർക്കും വിഷമം വേണ്ടതില്ല എന്നാണ് നമ്മൾ സാന്ദർഭികമായി സൂചിപ്പിച്ചത്. ആർക്കും ഒരു വിഷമം ഉണ്ടാകേണ്ട കാര്യവും വാങ്കിൻ്റെ വിഷയത്തിൽ ഇല്ലല്ലോ. ഈ വാങ്ക് പള്ളികളിൽ നിന്ന് ഉയർന്നു എന്നത് പള്ളിയുടെ ഒരു മഹത്വം ഇവിടെ നാം ഒന്ന് കൂട്ടി വായിക്കേണ്ടതുണ്ട്. പള്ളി ആരാധനയ്ക്കുള്ളതാണ്. ഒപ്പം പഠനം, ചിന്ത, അറിവ്, ഈ വക കാര്യങ്ങൾ പള്ളികളിൽ നടക്കേണ്ടതുണ്ട്. അല്ലാത്ത ഒന്നും പള്ളികളിൽ ആവശ്യമില്ലല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ, മഹത്തുക്കൾ ചർച്ച ചെയ്ത കൂട്ടത്തിൽ കാണാമല്ലോ, അതുഹിബ്ബു അൻ യലീന ഖൽബുക, നിന്റെ ഹൃദയം മിനുസമാകാൻ, മാർത്ഥമുള്ളതാകാൻ നീ ആഗ്രഹിക്കുന്നു. തുദ്രിക ഹാജത്തൊക്കെ, ആവശ്യങ്ങൾക്ക് നിറവേറ്റി കിട്ടാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഇർഹമിൽ യതീം, അനാഥയോട്
കാരുണ്യം കാണിക്കുക. വംസാബിറസി തലോടം നടത്തുക അനാഥയെ. വത്തേംഹുമിൻ തആമിക നിന്റെ ഭക്ഷണത്തിൽ നിന്ന് ഭക്ഷണം നൽകുക. ഇങ്ങനെയൊക്കെ ചെയ്തതാണെങ്കിൽ യദിൻ കൽബുക്ക ഹൃദയം കാഠിന്യം കുറഞ്ഞ് വളരെ മാർദ്ദവമുള്ളതായിത്തീരും. തുദ്രിക് ഹാജത്തൊക്കെ നിന്റെ ആവശ്യം നിറവേറ്റും. ഈ വചനമൊക്കെ കാണാം അൽ മസാജിദു ബുയൂത്തുൽ മുത്തഖീൻ, പള്ളികൾ ഭക്തന്മാരുടെ വീടുകളാണ്. പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ വിശ്വാസികൾക്ക് ധാരാളം പ്രോത്സാഹനങ്ങൾ ഹദീസിലും ഒക്കെയുണ്ട്. ഇപ്പോഴും ഒരു വിശ്വാസി പള്ളികളുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ ആഗ്രഹിക്കുക സ്വാഭാവികമാണ്. മസ്ജിദുകൾ ഭക്തിസാന്ദ്രമാണ് എന്നതിനോടൊപ്പം ജനങ്ങളുടെ വേവലാതികൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങളുമൊക്കെ പള്ളിയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മളൊക്കെ ചില ജുമഅക്ക് ചെല്ലുമ്പോൾ കാണാമല്ലോ, നിസ്കാരത്തിന് ശേഷം ഇമാമോ അതല്ലെങ്കിൽ പള്ളി ഭാരവാഹിയായിട്ട് നിന്ന് പുറത്ത് ചിലർ വന്ന് നിൽക്കുന്നുണ്ട് സഹായം. ചിലർ പ്രത്യേകം ഇതര സമുദായത്തിൽപ്പെട്ട സഹോദരൻ അല്ലെങ്കിൽ സഹോദരി എന്ന് പ്രത്യേകം പറയുന്നത് പല വെള്ളിയാഴ്ചയും ഞാൻ കേട്ടത് ഓർക്കുകയാണ്. അപ്പോൾ പള്ളിമുറ്റത്ത് വരുന്ന ഏത് വിഭാഗമാണെങ്കിലും അവർ ജാതിയോ മതവും നോക്കാതെ വിഷമിക്കുന്നവരാണോ പ്രയാസപ്പെടുന്നവരാണോ അവരെ സാന്ത്വനമേകാൻ പള്ളികളിൽ നിന്ന് ശബ്ദമുയരുമ്പോൾ ഒരിക്കലും മസ്ജിദുകൾ തീവ്രവാദ കേന്ദ്രങ്ങളല്ല. ഇതൊരു തീവ്രവാദ കേന്ദ്രങ്ങളല്ല എന്ന് പഠിപ്പിക്കുന്നത് അതും മദ്രസകളിലാണ്, വിദ്യാലയങ്ങളിലാണ്. പള്ളികളിലും ഈ പഠനം നടക്കുന്നുണ്ട്. പള്ളികളിൽ നടക്കുന്ന പള്ളി പഠനത്തിന് കൂടിയുള്ളതാണ്. പള്ളികളിൽ അവിടെ പഠനം ധാരാളം നടക്കേണ്ടതുണ്ട്. അറിവുകളുടെ പ്രസരണം അല്ലാഹുവിൻ്റെ ഭവനങ്ങളിൽ ധാരാളമായി നടക്കണം എന്നല്ലേ ചരിത്ര വസ്തുതകളൊക്കെ നമ്മുടെ മുന്നിൽ വ്യക്തമാക്കുന്നത്. ഒപ്പം മദ്രസയിൽ ഈ അറിവുകൾ, ദർസുകൾ അറിവുകൾ, അറബി കോളേജുകൾ ഈ പഠനങ്ങളൊക്കെ എമ്പാടും വ്യാപകമായി നടക്കുകയാണ്. അപ്പോൾ മദ്രസയെ അടച്ചുപൂട്ടണമെന്നോ അല്ലെങ്കിൽ അതിനെ സംശയത്തോടെ കാണേണ്ടതും ഇല്ല. അതിനെക്കുറിച്ച് മുറവിളി കൂട്ടേണ്ടതില്ല. പിന്നെയോ മതവിദ്യാലയങ്ങൾ ഇവിടെ ധാരാളമായി ഉണ്ടാകണം, വളരണം, വ്യാപകമാകണം. അതിന് മുസ്ലിം സമുദായം വളരെ ശുഷ്കാന്തി പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ മതവിദ്യാഭ്യാസത്തോട് ആളുകൾക്ക് താല്പര്യമുണ്ട്, ശരി തന്നെയാണ്. എങ്കിലും ചില ഒറ്റപ്പെട്ട അനുഭവങ്ങൾ, നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിൽ രക്ഷിതാക്കൾ പിന്നോട്ട് നിൽക്കുന്ന ദൗർഭാഗ്യകരമായ ഒരവസ്ഥ കാണാം. അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് രണ്ട് വിഭാഗത്തെക്കുറിച്ച്. ലാ യശ്ബഅൻ, അവർക്ക് ഒരിക്കലും വയറു നിറയില്ല. ഒന്ന് താലിബുൽ ഇൽമി, വിജ്ഞാനം ആഗ്രഹിക്കുന്നവർ, തേടി പിടിക്കുന്നവർ. താലിബു ദുനിയ, ഒന്ന് സമ്പത്ത് സമ്പാദിക്കുന്നവർ. പക്ഷേ വഹുമാ ലാ യസ്തവിയാൻ, ഈ രണ്ട് വിഭാഗം സമമല്ലട്ടോ. അമ്മാ താലിബുൽ ഇൽമി, വിജ്ഞാനം തേടുന്നവർ, ഫയസ്ദാദു റിളൻ മിനർ റഹ്മാൻ, അവർ പടച്ചവനിൽ നിന്നുള്ള പൊരുത്തമാണ് കൂടുതൽ കരസ്ഥമാക്കുന്നത്. ഒമ്മാ താലിബു ദുനിയ, ആ സമയത്ത് ദുനിയാവിൻ്റെ പിന്നാലെ കെട്ടിമറിഞ്ഞ് അത് മാത്രം ചിന്തിക്കുന്നവർ, ഫയസ്ദാദു ഫിത്തുഖിയാൻ, ചിലപ്പോഴൊക്കെ അധികവും അധർമ്മങ്ങളിൽ വേണ്ടാത്തതിലൊക്കെ ഇടപെടാനുള്ള സാധ്യത ചൂണ്ടിക്കാണിക്കുക. ദുനിയാവും വേണം, ഭൗതിക സമ്പത്തും വേണം, പക്ഷെ അതിൻ്റെ ആളുകളായി മാറി ദുനിയാവിൻ്റെ പിന്നാലെ മാത്രം സഞ്ചരിച്ച് ധർമ്മബോധം നഷ്ടപ്പെടുത്തരുത്. അതേസമയം ഈ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, വിജ്ഞാനം തേടിപ്പിടിക്കുന്നതിൽ, അറിവുകൾ സമ്പാദിക്കുന്നതിൽ നമ്മുടെ സമൂഹം വളരെ വളരെ ജാഗ്രതയാകേണ്ടതുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് കാണാം, ദഖലൽ മസ്ജിദ്, നബി തങ്ങൾ പള്ളിയിലേക്ക് ചെന്നു. ഫറഅ മജ്ലിസൈനി, രണ്ട് സദസ്സ് കണ്ടു. അഹദുഹുമാ യദ്കുറൂനല്ലാഹ, രണ്ടിൽ ഒന്ന് അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. വല്ലാഹിറു തഅലമുൽ ഫിഖ്, വിഭാഗം ഫിഖ് അറിവുകളാണ് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വയദൂനല്ലാഹ, അല്ലാഹുവിനോട് അവർ ദുആ ചെയ്യുന്നു. വേറെ അപ്പോൾ മുത്തനബി നബി സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു, കലൽ മജ്ലിസൈൻ, ഈ രണ്ട് സദസ്സും അലാ ഖൈരിൻ, ഉത്തമം തന്നെയാണ്, ശ്രേഷ്ഠകരമായ മജ്ലിസാണ്. എന്നാൽ വാഹിദുഹുമാ അഫ്ളു മിൻ ആഖിരി, രണ്ടിൽ ഒന്ന് മറ്റൊന്നിനെ ചേർത്ത് വെക്കുമ്പോൾ വളരെ ശ്രേഷ്ഠതയാണ്. അമ്മാ ഹൗലായി, ഒരു ഭാഗം ഫയദൂനല്ലാഹ, അവർ ദിക്റൊക്കെ ചില ദുആർക്കും പറഞ്ഞല്ലോ. വഇൻഷാ അഅതാഹും, അല്ലാഹു ഉദ്ദേശിച്ചാൽ അവർക്ക് നൽകും. വഇൻഷാ അമനഹും, ചിലപ്പോൾ അല്ലാഹുവിന് ഉത്തരം ചെയ്തില്ലെന്ന് വന്നേക്കാം, നല്ല കാര്യം തന്നെ. വമ്മാ ഹൗലായി, ആ സമയത്ത് മറ്റു വിഭാഗം ഫയതഅല്ലമൂൻ, അവർ ഇൽമു പഠിക്കുകയാണ്. വയല്ലിമുൽ ജാഹില, വിവരമില്ലാത്തവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു.
വഇന്നമാ ബുഇസ്തു മുഅല്ലിമ, നിശ്ചയം ഞാൻ നിയോഗിക്കപ്പെട്ടത് ഒരു അധ്യാപകനായിട്ടാണ്. ഫഹഉലാഇ അഫ്ളലു, ഈ വിഭാഗമാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ വഴിയിലുള്ളത്. അപ്പോൾ ഇബാദത്ത് വേണ്ടത് തന്നെയാണ്. എന്നാൽ ഈ ഇബാദത്തും ഭക്തിയുമൊക്കെ അടിസ്ഥാനപരമായി നിർവഹിക്കാൻ വിജ്ഞാനവും ഇൽമും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവസരോചിതമായി ഇവിടെ നാം ഉണർന്ന് ചിന്തിക്കുക. മുമ്പ് സൂചിപ്പിച്ചതുപോലെ റമദാൻ അവധിയൊക്കെ കഴിഞ്ഞ് ശവ്വാൽ പിന്നിട്ടു. ശവ്വാലിൽ നമ്മുടെ രാജ്യത്തെ മതവിദ്യാലയങ്ങളെല്ലാം സജീവമായി. ധാരാളം അറിവുകളും പഠനങ്ങളും നടക്കണം. ഇൽമുകൾ പഠിക്കണം. നമ്മുടെ മക്കളെ നന്നായി ഇൽമു പഠിപ്പിക്കുന്ന വിഷയത്തിൽ രക്ഷിതാക്കൾ വളരെ വളരെ ജാഗരൂകരാകേണ്ടതുണ്ട്. എന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് നീട്ടിവെക്കേണ്ടതല്ല. നമ്മുടെ രാജ്യത്ത് മദ്രസകൾ, ദർസുകൾ, അറബി കോളേജ് ഉണ്ട്. ഇപ്പോഴൊക്കെ ഹോളി മദ്രസകൾ അഥവാ ദൈനംദിന മദ്രസയിൽ പോകാൻ കഴിയാത്ത കുട്ടികൾക്ക് പോകാനുള്ള ആഴ്ചയിലുള്ള സംവിധാനങ്ങൾ, ഒപ്പം വൈകുന്നേരങ്ങളിലൊക്കെ മതപഠന ക്ലാസ്സുകൾ പല സ്ഥലത്തും തുറന്നു വരുന്നു. അപ്പോൾ ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മക്കളെ അറിവിൻ്റെ മേഖലയിൽ കൈപിടിച്ചുയർത്തി നല്ലവരാക്കി വളർത്തിയെടുക്കാൻ ശ്രമിക്കണം. ഒപ്പം മുമ്പ് നാം ഇവിടെ ഉണർത്തിയതുപോലെ തന്നെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുന്ന മദ്രസകളും അള്ളാഹുവിനെ ധ്യാനം ചെയ്യുന്ന മസ്ജിദുകളെല്ലാം മനുഷ്യത്വത്തിൻ്റെയും മതസഹിഷ്ണുതയുടെയും കേന്ദ്രങ്ങളാണ് എന്ന ആ ഉറച്ച നിലപാട് വീണ്ടും വീണ്ടും നമുക്ക് പ്രഖ്യാപിച്ച് നമ്മുടെ സമീപനങ്ങളിൽ യാതൊരു അപാകതയുമില്ലാതെ ഒരു തീവ്രവാദത്തിൻ്റെ സന്ദേശമോ ശബ്ദമോ നമ്മിൽ ഒരിക്കലും വരാതെ എല്ലാവരുമായി കൈകോർത്ത് സ്നേഹത്തിൻ്റെ വഴിത്താരയിലൂടെ മുന്നോട്ട് സഞ്ചരിക്കാൻ നമുക്കെല്ലാവർക്കും ജാഗ്രത പുലർത്താം. ജഗന്യന്താവേ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.